കേരളത്തിലേക്ക് അർജന്റീന ഫുട്ബോൾ ടീമിനെയും ലയണൽ മെസ്സിയെയും എത്തിക്കാനെന്ന പേരിൽ നടത്തിയ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഈ പദ്ധതിക്ക് പിന്നിൽ വലിയ തട്ടിപ്പുകൾ നടക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് സർക്കാരിന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നതായി വ്യക്തമാകുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പുകളെല്ലാം പൂർണ്ണമായും അവഗണിച്ചാണ് കഴിഞ്ഞ സർക്കാർ മുന്നോട്ടു പോയത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മെസ്സിയെയും ലോക ചാമ്പ്യന്മാരായ അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ വലിയ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തതെങ്കിലും ഇതിന്റെ സ്പോൺസർമാരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ആശങ്കകൾ ഉയർന്നിരുന്നു. സ്പോൺസർമാരുടെ മുൻകാല പശ്ചാത്തലം പരിശോധിച്ചുകൊണ്ട് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കാരിന് അതീവ രഹസ്യമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. സ്പോൺസർമാർക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 19ഓളം കേസുകൾ നിലവിലുണ്ടെന്നും ഇതിൽ ഭൂരിഭാഗവും സാമ്പത്തിക തട്ടിപ്പുകളും വഞ്ചന കുറ്റങ്ങളുമാണെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. നിയമ നടപടികൾ നേരിടുന്ന വ്യക്തികളാണ് ഈ വൻകിട പദ്ധതിക്ക് പിന്നിലെന്നത് സംസ്ഥാന സർക്കാരിന് വലിയ കളങ്കമുണ്ടാക്കുമെന്ന് പോലീസ് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നിട്ടും ഈ മുന്നറിയിപ്പുകളെല്ലാം കാറ്റിൽ പറത്തിയാണ് കഴിഞ്ഞ സർക്കാർ ഈ സംഘവുമായി മുന്നോട്ടു പോകാൻ തയ്യാറായത്. പോലീസ് നൽകിയ മുന്നറിയിപ്പുകൾ സ്പോൺസർമാരുടെ ക്രിമിനൽ പശ്ചാത്തലത്തിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും ഗുരുതരമായ ആശങ്കകൾ റിപ്പോർട്ടിൽ പങ്കുവച്ചിരുന്നു. കോടികൾ ചെലവഴിച്ചുള്ള ഒരു അന്താരാഷ്ട്ര ടീമിന്റെ സന്ദർശനത്തിന് ആവശ്യമായ ഫണ്ട് എവിടെ നിന്ന് വരുന്നു എന്നതിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയേക്കാമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സ്പോൺസർമാരും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും തമ്മിൽ നടന്നുവെന്ന് അവകാശപ്പെടുന്ന കോടികളുടെ, അതായത് ഏകദേശം 126 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ സംശയ നിഴലിലാണ്. വിദേശത്തേക്ക് നടത്തിയ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട കോടികളുടെ GST വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും ഫിനാൻസ് വകുപ്പ് ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇത്തരം അന്വേഷണങ്ങൾ പിന്നീട് സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധങ്ങളായി മാറാനും സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാനും ഇടയാക്കുമെന്നും റിപ്പോർട്ട് അടിവരയിട്ട് പറഞ്ഞു. എന്നാൽ ഈ ഔദ്യോഗിക മുന്നറിയിപ്പുകളെല്ലാം ഭരണതലത്തിൽ പൂർണ്ണമായും അവഗണിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇതുപോലൊരു അന്താരാഷ്ട്ര മത്സരമോ ഇവന്റോ കേരളത്തിൽ സംഘടിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട ഔദ്യോഗിക നടപടിക്രമങ്ങളും പ്രോട്ടോകോളുകളും പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതും വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഫിഫ ചട്ടങ്ങളും അന്താരാഷ്ട്ര മത്സര സംഘടനാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഏകപക്ഷീയമായി മുന്നോട്ടു പോയത് വലിയ നിയമക്കുരുക്കുകൾക്ക് വഴിയൊരുക്കും. ഈ മൊത്തത്തിലുള്ള പദ്ധതി ഒരു സ്വകാര്യ ചാനലിന്റെ പ്രമോഷൻ പരിപാടിയായി മാത്രം വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ അതീവ അവധാനതയോടെയും ജാഗ്രതയോടെയും വേണം സർക്കാർ വിഷയം കൈകാര്യം ചെയ്യാനെന്ന് വ്യക്തമായി നിർദ്ദേശിച്ചിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന രേഖകൾ. കേരളത്തിലെ കോടാനുകോടി ഫുട്ബോൾ ആരാധകരുടെ വലിയ സ്വപ്നത്തെ മുൻനിർത്തി നടത്തിയ അർജന്റീന ടീമിന്റെ സന്ദർശന പ്രഖ്യാപനം ഒടുവിൽ വലിയൊരു തട്ടിപ്പും ഭരണപരമായ വീഴ്ചയുമായി മാറിയിരിക്കുന്നു. പോലീസിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും കൃത്യമായ മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും സ്പോൺസർമാരുടെ ക്രിമിനൽ പശ്ചാത്തലവും സാമ്പത്തിക തട്ടിപ്പുകളും അവഗണിച്ച സർക്കാർ സംവിധാനങ്ങൾ ഇതിന് കൂട്ടുനിന്നു എന്നത് അതീവ ഗൗരവകരമായ കാര്യമാണ്.